നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ അൻവർ ചന്തമുക്കിൽ നടത്തിയ ആ പ്രസംഗം കേൾക്കാനായി അവിടെ തടിച്ചുകൂടിയവർ. പക്ഷെ കഥ അതല്ല. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ നിന്ന് പിടികൂടിയ 150 കിലോ സ്വർണം, കള്ളപ്പണക്കാരെയും കുഴൽ പണക്കാരെയും വേട്ടയാടിയപ്പോൾ, സ്വർണ്ണക്കള്ളക്കടത്തുകാരെ വേട്ടയാടിയപ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അൻവറിന് പുള്ളി എന്നർത്ഥം കള്ളപ്പണക്കാരെയും കള്ളക്കടത്തുകാരെയും ഒക്കെ പിടികൂടിയപ്പോൾ. എന്നാൽ അൻവർ മറ്റു കഥകളാണ് പറയുന്നത്. പിതൃതുല്യമായി താൻ സ്നേഹിച്ചിരുന്ന പിണറായി വിജയൻ തന്നെ ചതിച്ചു. പാർട്ടിയെ നേരിട്ട് ആക്രമിക്കുന്ന പ്രസംഗമാണ് ഇന്നലെ ചന്തമുക്കിൽ PV അൻവർ നടത്തിയത്. നമ്മൾ ഇതുവരെ കേട്ട, മാധ്യമങ്ങളിലൂടെ കേട്ട കാര്യങ്ങളെക്കാൾ വളരെ ഒരു ഉയർന്ന തലത്തിലേക്ക് ആരോപണങ്ങൾ ഇന്നലത്തെ പ്രസംഗത്തിൽ അൻവർ കൊണ്ടുപോയിട്ടില്ല. പക്ഷെ അൻവറിന്റെ കക്കാടംപൊയിലെ പാർക്ക് പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഇപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് തുടങ്ങിക്കഴിഞ്ഞു. തടയണ പാർക്കിന്റെ ഒരു ഭാഗം തന്നെ കേൾക്കുന്നത്. കാരണം അവിടുത്തെ തടയണകളുണ്ട്, ചില നിർമ്മിതികളുണ്ട്, ഇതെല്ലാം പൊളിച്ചു മാറ്റണം എന്നാണ് പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി വിധിയുണ്ട്, അത് കളക്ടർക്ക് കൊടുത്തിരുന്നു. അത് ഇത്ര കാലമായി സർക്കാർ ഹോൾഡ് ചെയ്ത് വെച്ചു. പക്ഷെ ഇപ്പോൾ അത് നടപ്പിൽ വരുത്തി. ഇന്നലെ പ്രസംഗത്തിൽ അൻവർ പറഞ്ഞിരുന്നു ആ പാർക്കുമായി ബന്ധപ്പെട്ട ഫയൽ മുഖ്യമന്ത്രിയുടെ മേശയിലുണ്ടെന്ന്. അപ്പോൾ ഒരുപക്ഷെ ഉന്നതങ്ങളിൽ നിന്ന് നിർദ്ദേശം പോയി കാണും. മറുവശത്ത് അൻവർ ഒരു രാജ്യദ്രോഹി എന്ന നിലയിൽ പോലീസിൻ്റെതടക്കം ഫോൺ കോളുകൾ ചോർത്തി, മന്ത്രിമാരുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോൺ കോളുകൾ ചോർത്തി കലാപത്തിന് ശ്രമിച്ചു. വളരെ ഗുരുതരമായ കേസ്. അതിൽ അറസ്റ്റിലാവാനുള്ള സാധ്യതയുണ്ട്. കയ്യും കാലും വെട്ടിയാലും വീൽ ചെയറിൽ വരും ജനങ്ങൾക്കിടയിലേക്ക്, ജനങ്ങൾ ഉണ്ടാക്കുന്ന പാർട്ടിയുടെ പിന്നിൽ താൻ ഉണ്ടാവും എന്നൊക്കെ അൻവർ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നു. തൊട്ടിപ്പുറത്ത് നടൻ മമ്മൂട്ടി അടക്കം പാർട്ടി വിടുന്നുവെന്ന് ഇപ്പോൾ വാർത്തകൾ വരുന്നു. എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ CPM പാർട്ടിയിൽ ദൃശ്യമാകുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് ചില ബ്രാഞ്ച് സമ്മേളനങ്ങൾ അൻവറിന് പിന്തുണ നൽകുന്നു. ഇന്നലെ അൻവറിന്റെ പൊതുയോഗത്തിലേക്ക് CPM നേതാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. എന്താണ് CPM-ന് സംഭവിക്കുക? ഒരു പൊട്ടിത്തെറിയിൽ അവസാനിക്കുമോ, അതോ ഈ ദിവസങ്ങളിലെ ഈ പ്രകടനത്തിന് ശേഷം അൻവർ അസ്തമിക്കുമോ? അത് പല കാര്യങ്ങളും സ്വയം ചോദിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ ഓർമ്മയുള്ളതൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ പല പ്രതിസന്ധികളും CPM-ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ CPM-ന്റെ നേതാക്കന്മാർ തന്നെ പറയുന്നത് MV രാഘവൻ പോയി, ഗൗരിയമ്മ പോയി എന്നൊന്നും അനങ്ങാത്ത പാർട്ടി ഇപ്പൊ എങ്ങനെയാണ് അനങ്ങുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ അതിന് നമുക്ക് താൽക്കാലികമായി പ്രാഥമികമായി തന്നെ മറുപടി പറയാൻ കഴിയുന്നത്, ഈ MV രാഘവൻ പോയപ്പോഴും ഗൗരിയമ്മ പോയപ്പോഴും ഈ പാർട്ടിക്ക് അകത്താരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. MV രാഘവൻ പോയപ്പോഴും ഗൗരിയമ്മ പോയപ്പോഴും ഈ പാർട്ടിയെ നിയന്ത്രിക്കാൻ നായനാരുണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. MV രാഘവൻ പോയ സമയത്ത് EMS ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ അതിന് പകരം ഇന്ന് അൻവറിനെ എതിർക്കാൻ നിൽക്കുന്നവര് പിണറായി വിജയനും ഗോവിന്ദനുമാണ്. അതിന് കൂടുതൽ അവർക്ക് അവരെ കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല. കാരണം വിശദീകരണം ആവശ്യമില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ നേതാക്കന്മാരും ഈ നേതാക്കന്മാരുമായിട്ട് താരതമ്യമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അൻവർ ഒരു മാസക്കാലമായി നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിൻ ഒരു കൾമിനേഷൻ പോലെയാണ് ഇന്നലെ അയാളുടെ ചന്തമുക്കിലെ യോഗം വന്നത്. ആ ചന്തമുക്കിലെ യോഗം വരുന്നതിന് മുമ്പ് CPM-ന്റെ പ്രതികരണം എന്തായിരുന്നു? അതിശക്തമായിട്ടുള്ള പ്രതികരണമായിരുന്നു. പിണറായി വിജയനെതിരെ അൻവർ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ അത് മറുപടി പറഞ്ഞു. ആ മറുപടി പറഞ്ഞതിനെ തുടർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്നു. MV ഗോവിന്ദന്റെ 1 അല്ല 2 പത്രസമ്മേളനം വന്നു. പല നല്ല ശതമാനം പാർട്ടി നേതാക്കന്മാരും പാർട്ടിയെ അനുകൂലിച്ച് രംഗത്ത് വന്നു. MV ഗോവിന്ദനാവട്ടെ ഇയാളെ കൈകാര്യം ചെയ്യണം എന്നുള്ള നിലയിൽ തന്നെ പച്ച പരസ്യമായി ആഹ്വാനം നൽകി. അതിനെ തുടർന്ന് സ്ത്രീകൾ പോലും വന്ന് കൈവെട്ടും കാൽവെട്ടും ചാലിയാർ പുഴയിൽ എറിയും എന്നുള്ള നിലയിലുള്ള ക്യാമ്പയിനിലേക്ക് CPM പെട്ടെന്ന് മാറി. അൻവറിന്റെ യോഗത്തിന്റെ ആ ദിവസം തന്നെ രാവിലെ പല ഏരിയ കമ്മിറ്റികളിലും വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രകടനങ്ങൾ നടന്നു. ഇതെല്ലാം നടന്നു. അപ്പോ അവിടെ റെക്കോർഡ് ചെയ്യാൻ പോയ മലയാളി വാർത്തയുടെ ടീമിന്റെ റിപ്പോർട്ടർ തന്നെ പറഞ്ഞത് 100 പേരെയാണ് പ്രതീക്ഷിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ 2000-ലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടറോട് ചോദിച്ചപ്പോൾ മനസ്സിലായി. മലയാള മനോരമ പത്രം 5000 പേരെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അത് മാത്രം ഒന്ന് വിശകലനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക് ഞാൻ പറയാം. ഇത്രയേറെ എതിർപ്പ് CPM-ൽ നിന്ന് പരസ്യമായി ഉണ്ടായിട്ടും അൻവറിനെ കൈകാര്യം ചെയ്യണമെന്ന് പച്ച പരസ്യമായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടും
അൻവറിന്റെ കൈവെട്ടും കാലുവെട്ടും ചാലിയാർ പുഴയിൽ എറിയുമെന്ന് പറഞ്ഞ് പ്രകോപനപരമായിട്ടുള്ള പ്രകടനങ്ങൾ നടന്നിട്ടും ഇപ്പൊ മലയാളി വാർത്താ റിപ്പോർട്ടർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു 2000 പേരെങ്കിലും അവിടെ വന്നു എന്ന് പറയുന്നത് ഈ ഗോവിന്ദന്റെ 2 കർണക്കുറ്റിക്കിട്ടും ഏറ്റൊരു അടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ അത്രയും പേര് വന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അൻവർ വലിയ പാർട്ടിയാകും, അൻവർ കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കും, അങ്ങനെ ഒന്നും എന്റെ അഭിപ്രായമില്ല. അതിലൊരുപാട് പേര് ഇത് കേൾക്കാൻ വന്നിട്ടുള്ളതായിരിക്കാം. നിലമ്പൂരിൽ നിന്നുള്ളവരായിരിക്കില്ല, മലപ്പുറം ജില്ലയുടെ ഭാഗത്തുനിന്നുള്ളവരായിരിക്കാം, മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരായിരിക്കാം. ഇതൊക്കെ അംഗീകരിക്കുമ്പോൾ പോലും CPM ഇത്ര അതികഠിനമായി എതിർത്തിട്ടും അൻവറിന്റെ യോഗത്തിന് 2000 2000 പേര് വന്നിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ഗോവിന്ദന് കിട്ടിയിട്ടുള്ള ഒരു അടിയാണ്. അല്ല, AK ബാലൻ പറഞ്ഞിട്ടുണ്ട് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് അൻവർ എന്ന്. അല്ല, ഞാൻ പറയുന്നത് AK ബാലന്റെ പ്രസ്താവനകൾ മാത്രം നമ്മൾ എടുത്തൊന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ല, പ്രസ്താവനയുടെ സ്വഭാവം മാറിയിരിക്കുന്നു. ഇപ്പോൾ MP ഗോവിന്ദൻ പറഞ്ഞത് അണികളോട് കൈകാര്യം ചെയ്യാൻ, AK ബാലൻ പറയുന്നു തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത്. ഭയപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് ഇപ്പോൾ നേതാക്കൾ. അല്ല, ഞാൻ AK ബാലന്റെ പ്രസ്താവനകളെ മാത്രം ഞാൻ എടുത്ത് മാറ്റിവെച്ചെന്ന് പറയുകയാണ്. AK ബാലൻ കഴിഞ്ഞ കുറച്ചു കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്കെതിരായി പറയുന്ന ആളുകളെ പ്രകോപിപ്പിക്കുന്ന പണിയാണ് AK ബാലൻ കഴിഞ്ഞ കുറച്ച് കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് ഇപ്പോ സോയിമൻ പറഞ്ഞത്. തീക്കൊള്ളി കൊണ്ട് തലയുറിയരുത് എന്ന് പറയുന്നത് അൻവറിനെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ളത് ബാലനാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത്. ആ പണി ബാലൻ ചെയ്തോട്ടെ, ബാലൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് CPM ഭയങ്കര അടിയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യമാണ് കുറച്ചുകൂടി പ്രധാനം. അതായത് മലപ്പുറത്ത് നിന്ന് സ്വർണം പിടിച്ചെടുക്കുകയും ഹവാല സ്വർണം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ സ്വർണം പിടിച്ചെടുക്കുന്നതിനെ മുസ്ലിം സമുദായത്തിന് മേൽ ചാപ്പ കുത്താനും മുസ്ലിം തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് എതിരായി സർക്കാർ നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രതികരണമാണെന്നും വരുത്തി തീർക്കാൻ പിണറായി വിജയൻ നടത്തുന്ന ഒരു ശ്രമത്തിന് പുറകിൽ ഒരു പ്ലോട്ട് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ തിരിച്ചും അൻവർ ഒരു പ്ലോട്ട് ഇന്നലെ കൃത്യമായി തന്നെ പ്രസംഗത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. അൻവർ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ഇത്രയധികം കേസുകൾ കൂടുന്നു, ഈ വിഷയം ആരെങ്കിലും പാർലമെന്റിൽ ഉന്നയിക്കും, ഇന്ത്യയിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ചർച്ച ചെയ്യപ്പെടും. അപ്പൊ മലപ്പുറം ജില്ലയിൽ എന്താണ് പ്രത്യേകത? അവിടെ മുസ്ലിം സമുദായം കൂടുതൽ താമസിക്കുന്ന ഇടമാണ്. അപ്പൊ അത്തരത്തിൽ മുസ്ലിം സമുദായത്തിനെ ഒരു കുറ്റവാളികളായി കള്ളക്കടത്തുകാരായി ചാപ്പ് കുത്താനുള്ള ഒരു അവസരം പിണറായി വിജയൻ തന്നെയാണ് ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ കൃത്യമായ ഒരു പ്ലോട്ടാണ് തന്റെ പ്രസംഗത്തിൽ ഇന്നലെ പ്ലേസ് ചെയ്തത്. അല്ല, അൻവറിന്റെ പ്രധാന പ്ലോട്ട് അതായിരുന്നില്ല. ഞാൻ അതിലേക്ക് വരാം. പിണറായി വിജയന്റെ ലക്ഷ്യം ഇതാണ്. എന്താണ്? ഭൂരിപക്ഷ സമുദായങ്ങളെ തങ്ങളുടെ കൂടെ നിർത്തുക, മുസ്ലിങ്ങൾക്കെതിരായി ഭൂരിപക്ഷ സമുദായങ്ങളുടെ ധ്രുവീകരണം കൊണ്ടുവരിക. അതാണ് പിണറായി വിജയന്റെയും ഈ പറഞ്ഞ പോലെ BJPയുടെ RSSന്റെ ഒക്കെ ലൈൻ അത് തന്നെയാണ്. പിണറായി വിജയൻ കുറെ നാളെ കളിക്കുന്ന കളി അത് തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ഉൾപ്പെടെയുള്ള വടക്കൻ മലബാർ ഭാഗത്ത് നിന്ന് പരമാവധി ന്യൂനപക്ഷ പിന്തുണ ഉറപ്പാക്കാൻ അൻവർ ഉൾപ്പെടെയുള്ള നിരവധി UDF മനസ്ഥിതിയുള്ള നേതാക്കളെ ചൂണ്ടയിട്ട് പിടിച്ച് ആ പ്രദേശങ്ങളിലെ അണികളെയും പ്രാദേശിക നേതാക്കളെയും അവഗണിച്ച്, അവരുടെ വികാരങ്ങളെയും അവരുടെ പ്രതിഷേധങ്ങളെയും പ്രതിരോധങ്ങളെയും ഒക്കെ അവഗണിച്ച് പിണറായി വിജയൻ തന്നെ മുന്നിട്ടിറങ്ങിയാണ് ഇവരെല്ലാം കൈപിടിച്ച് നേതൃനിരയിലേക്ക് കൊണ്ടുവന്നത്, സീറ്റിൽ നിർത്തിയത്, മത്സരിപ്പിച്ചത്. ഇനിയും PV അൻവർമാരെ കണ്ടെത്തണം എന്ന് പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടത്. സോമൻ, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സോമൻ പറഞ്ഞതിലൊന്നും ഒരു തർക്കവുമില്ല. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള പിണറായി വിജയന്റെ കളിയായിരുന്നു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ റുത്ത്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യനാണ്. പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സോയിമോൻ ഇപ്പൊ പറഞ്ഞ ഈ വാദം അത് വളരെ ഫലപ്രദമായി പിണറായി വിജയൻ 2021 തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു. അതിന് ഫലവും കണ്ടു. ഏകദേശം 6ഓളം നേതാക്കളെ ഫലവും കണ്ടു. ഇപ്പൊ ഇരിക്കുന്ന ഒരുത്തൻ മന്ത്രിയായത് അബ്ദുൾ റഹ്മാൻ. എന്നാൽ അതിനുശേഷം പിണറായി വിജയൻ കളിക്കുന്ന കളി എന്താണ്? അതിനുശേഷം പിണറായി വിജയൻ ഇപ്പൊ കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ തനി RSS BJP കളിയാണ് പിണറായി വിജയൻ കളിക്കുന്നത്. അതിന് പിന്നിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എക്കാലത്തും കോട്ടയായി നിന്നിരുന്ന ഹൈന്ദവ വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായി. അക്കാര്യം നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. സോയിമോനെ, അത് ഞാൻ പറഞ്ഞത് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അയാൾ കളിക്കുന്ന കളി ആത്യന്തികമായി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ കക്ഷത്തിലിരിക്കുന്നതും പോകും, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുകയില്ല. പക്ഷെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് BJP കൊണ്ടുപോകും.
അതാണ് അൻവർ പറയുന്നത് 2031 BJP-യുടെ അധികാരത്തിൽ വരും. അല്ലല്ല, അതിനകത്തൊക്കെ യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതൊക്കെ വളരെ സുസംഘടിതമായി തന്നെ അയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ല, അപ്പോ അയാളുടെ ലക്ഷ്യം എന്താണെന്നറിയോ? പറഞ്ഞു. അൻവർ BJP-യിലേക്ക് വല്ലതും ചേക്കേറാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണോ ഈ പറയുന്നത് 31 BJP അധികാരത്തിൽ വരും, 36 ശക്തമാകുമെന്ന്? അല്ല, 31 BJP അധികാരത്തിൽ വരും, 36 അത് സ്വയം കേട്ടതിന്റെ ഒരു തകരാറാണ്. കാരണം ഫാസിസത്തിന്റെ ഒരു അപകടം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അത് പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് അയാൾ ആ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ എന്താണ് ഇപ്പൊ പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ന്യൂനപക്ഷം മൊത്തം പോയി എന്നുള്ള പിണറായി വിജയന് ബോധ്യമായി. മൊത്തം പോയ സാഹചര്യത്തിൽ RSS BJP കളി കളിച്ച് ഇത് ഹിന്ദുക്കളുടെ വോട്ട് കൂടെ നിർത്താൻ പറ്റുമോ എന്നുള്ള ഒരു വളരെ നീചമായിട്ടുള്ള ഒരു അൺസക്സസ്ഫുൾ കളിയാണ് അയാൾ കളിക്കുന്നത്. പക്ഷേ മുൻകാലങ്ങളിൽ CPM-ന്റെ അടിത്തറ എന്ന് പറയുന്ന ഈഴവ വോട്ടുകളും ഒരു വിഭാഗം ഹൈന്ദവ വോട്ടുകളും ആയിരുന്നല്ലോ. സോമനെ, ഞാൻ ചോദിക്കുന്നത്, വിശ്വാസ പ്രശ്നത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ 2024 തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താ? ഈ പറഞ്ഞ കാര്യങ്ങൾ വല്ല ആണോ ഇവിടെ നടന്നത്? CPM-ന്റെ അടിസ്ഥാന ഈഴവ വോട്ടുകൾ CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടത് CPM-ന്റെ ഏറ്റവും ജീർണമായിട്ടുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? അപ്പോ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അൻവറിന്റെ ഈ ക്യാമ്പയിൻ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയന് മനസ്സിലായി മുസ്ലിങ്ങൾ മുഴുവൻ പോയി. കാരണം മുസ്ലിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറ്റേ കാന്തപുരത്തിന്റെ പുറകെ, ജിബ്രി തങ്ങളുടെ പുറകെയൊക്കെ ഈ മുട്ടനാടിന്റെ പുറകെ ചെന്നായി ഇറക്കുന്ന പോലെ നടന്ന് നമ്മൾ കണ്ടതാണ്. CAA വന്നപ്പോഴും മറ്റേ ഇസ്രായേൽ യുദ്ധം വന്നപ്പോഴും യൂണിഫോം സിവിൽ കോഡിന്റെ സമയത്തും ഒക്കെ മുസ്ലിങ്ങളുടെ കാല് പിടിച്ച് നടന്നു. മറ്റേ ഇതുകൊണ്ടുള്ള മറ്റേ സമസ്തയെ പിളർന്നു, ഇതെല്ലാം പിളർന്നു. ഇതുകൊണ്ടൊന്നും ഒന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ ഈ അൻവറിന്റെ ക്യാമ്പയിനും കൂടെ വന്നതോടുകൂടി അത് മുഴുവൻ തിരിച്ചു പോയി എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ ഇപ്പോ ഈ ഇയാളൊക്കെ മറ്റേ എന്താണ് അജിത് കുമാറൊക്കെ എഴുതി കൊടുക്കുന്നത് വായിക്കുന്ന ഒരു ഗതികേടിലേക്ക് അയാൾ വന്നിരിക്കുകയാണ്. അല്ല, മറ്റു ചില വിഷയങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ ആലപ്പുഴ ജില്ലയിലെ RSS പോപ്പുലർ ഫ്രണ്ട് സംഘർഷം, അതിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ വളരെ ശക്തമായ പ്രതിഷേധമാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടുവെങ്കിലും CPM-നോടും പിണറായി വിജയനോടും ഒക്കെ വലിയ അകൽച്ചയിലാണ്. അതിനുശേഷം പോപ്പുലർ ഫ്രണ്ട് വേട്ടയാടലുകൾക്ക് പിന്നിൽ സർക്കാരിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള തോന്നൽ അവർക്കിടയിലുണ്ട്. ഞാൻ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് അല്ല, ഞാൻ പറഞ്ഞത് മലപ്പുറത്ത് അവിടെ മുസ്ലിം മതന്യൂനപക്ഷത്തിനെതിരെ പോലീസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ കാര്യകാരണ സഹിതമുള്ള ഒട്ടേറെ തെളിവുകൾ ഇപ്പൊ പുറത്തു വന്നു കഴിഞ്ഞു. പിണറായി വിജയൻ അതിനെ ഒന്നും നിഷേധിക്കാൻ പറ്റുന്നില്ല. ഒരു കേസ് 3 പേരുള്ള ഒരു കേസ് പിടിച്ചു കഴിഞ്ഞാൽ 3 FIR ആണ് ഇടുന്നത്. പക്ഷേ തീ കൊണ്ടുള്ള കളിയാ ഇരുകൂട്ടരും നടത്തുന്നത്. സോയിമോനെ, ഞാൻ പറയുന്നത് ഇരുകൂട്ടരും എന്ന് നമ്മൾ പറഞ്ഞത് രണ്ടും ഒരുപോലാക്കാൻ ശ്രമിക്കരുത്. അവിടുത്തെ കേസുകളുടെ കണക്ക് തന്നെ വന്നു. സുജിത് ദാസ് വരുന്നതിന് മുമ്പേ 12,000 കേസുകളായിരുന്നുണ്ടായിരുന്നെങ്കിൽ സുജിത് ദാസ് അവിടെ ഇരുന്നപ്പോൾ അത് 25,000 30,000 അടുത്ത് കേസുകളിലേക്ക് പോയെന്നും സുജിത് ദാസ് പോയപ്പോൾ അത് 12,000 കേസിലേക്ക് വന്നു എന്നുള്ള കണക്ക് തന്നെ വന്നു. അല്ല, പക്ഷേ പോലീസ് നിർജീവമായി പ്രവർത്തിച്ചു എന്നുള്ള ഒരു തെളിവായിട്ട് അതിനെ കണക്കൂട്ടി. അല്ല, അങ്ങനെ കണക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ സുജിത് ദാസ് പ്രവർത്തിച്ചപ്പോൾ മാത്രം പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരില്ലേ? കാരണം സുജിത് ദാസ് അവിടെ പ്രവർത്തിച്ചപ്പോൾ മാത്രമാണ് ഈ കേസുകൾ ഇങ്ങനെ കൂടിയത്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സ്വയം? ഒരു വശത്ത് തെളിവുകളുടെ ഒരു മല കിടക്കുകയാണ്. പിണറായി വിജയൻ എന്താണ് ചെയ്യേണ്ടത്? പിണറായി വിജയൻ ഇത് ഡിഫ്യൂസ് ചെയ്യാൻ ചെയ്യേണ്ടത് അൻവർ കൊണ്ടുവന്ന ഓരോ തെളിവ് ഇങ്ങോട്ട് എടുക്കണം. എടുത്തിട്ട് ഇതാണ് അൻവർ കൊണ്ടുവന്ന തെളിവ്, അത് ഇന്ന തെളിവുകൾ കൊണ്ട് അത് അസംബന്ധമാണ് എന്ന് അയാൾ തെളിയിക്കണം. ഇത് ഓരോ തരത്തിലും തെളിയിച്ചാൽ മാത്രം മതി. അതൊന്നും തെളിയിക്കുന്നതിന് വരെ എൻ്റെ കൈരേഖ മാത്രമുള്ളൂ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷെ അൻവറിന്റെ ചില പ്രയോഗങ്ങൾ ഇന്നലെ കർത്താവിനെ വിളിക്കുന്നു, ഓം ശാന്തി പറയുന്നു, അതിലപ്പുറം അല്ല, അതെന്താണ്? അത് പോസിറ്റീവ് അല്ലേ? എന്താണ് ഈ CPM പ്രതീക്ഷിച്ചിരുന്നത്? എന്താ ഇന്നലത്തെ യോഗത്തിൽ CPM ഇന്നലത്തെ യോഗത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്? PV അൻവർ തനി മുസ്ലിം തീവ്രവാദ നിലപാട് സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കുമ്പോൾ മുസ്ലിങ്ങൾ അകന്നു പോയാലും വേണ്ടില്ല, അതിലൂടെ ഹിന്ദുക്കളെ കൊണ്ടുവരാം എന്നാണ് CPM ഇന്നലെ കരുതിയിരുന്നത്. എന്നോട് പോലും എൻ്റെ ചില സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അതിനെ എടുത്ത് ചവിട്ടി തേച്ച് കളഞ്ഞ അയാള് മുസ്ലിമാണെന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അയാളുടെയൊക്കെ മുല കൊടുത്തിരുന്നത്, അയാളെ സഹായിച്ചിരുന്നത് ഉൾപ്പെടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ആണെന്നുള്ളത് എടുത്തെടുത്ത് അയാൾ പറഞ്ഞു. പറഞ്ഞ് ഈ പിണറായി വിജയൻ ഈ പണി അയാൾ അവസാനിപ്പിച്ചു വന്നു. കുറച്ച് നാളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഡിഫ്യൂസ് ചെയ്യണമെങ്കിൽ അയാളെ ഹെഡ് ഓൺ നിങ്ങൾ ഫ്രീസ് ചെയ്യുകയും അയാൾ പറഞ്ഞിരിക്കുന്നത് അസംബന്ധമാണെന്ന് കാര്യകാരണ തെളിയിച്ചാൽ പോരെ. കാരണം നിങ്ങൾ സ്റ്റേറ്റ് അല്ലേ, പിണറായി വിജയൻ സ്റ്റേറ്റ് അല്ലേ, പിണറായി വിജയന്റെ പോലീസ് ഇല്ലേ?
ഇയാൾ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ പോരല്ലോ. പിണറായി വിജയൻ അയാൾ കള്ളക്കടത്ത് സംഘത്തിന്റെ കാവലാളാണെന്ന് കയ്യാളാണെന്ന് കാര്യകാരണ സഹിതം തെളിയിച്ചാൽ പോരെ. അത് തെളിയിക്കാൻ ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ ഈ അൻവറിന്റെ ക്യാമ്പയിൻ തുടങ്ങി 1 മാസം കഴിഞ്ഞിട്ടും അൻവറിനെതിരായി ഒരു കീറക്കടലാസ് പോലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ കക്കാടംപൊയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 8 മാസം മുമ്പ് വിധി വന്നതാണ്. ആ വിധി 8 മാസം നടപ്പിലാക്കിയില്ല. 8 മാസം നടപ്പിലാക്കി കഴിഞ്ഞ് ഇപ്പൊ നടപ്പാക്കുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിലേക്ക് അത് ഗുണമല്ലേ വരിക? ഇത് പിന്നെ തടയണ പൊളിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള നിലപാടുള്ള ആളാണ് എന്നെ പോലുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ. തടയണ പൊളിക്കണമെന്ന് 8 മാസം മുമ്പേ ഹൈക്കോടതിയിൽ വിധി വന്നതാണ്. അത് ഇത്ര നാൾ വെച്ച് താമസിപ്പിച്ചു. അയാൾ ഫോൺ ചോർത്തുന്നെന്നും പറഞ്ഞിട്ടുള്ള പരാതി പിന്നെ ആഴ്ചകൾക്ക് മുമ്പ് കിട്ടിയതാണ്. ഏതോ ഒരുത്തർ കോട്ടയത്ത് കിടന്ന ഏതോ ഒരുത്തനെ കൊണ്ട് അത് കഴിഞ്ഞ ദിവസം കേസെടുത്തി. അപ്പം യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ നിലപാടും നടപടികളും കൊണ്ട് അയാൾ കൂടുതൽ മഹത്വവൽക്കരിക്കപ്പെടുകയാണ്. ഒരു സാധാരണ സ്വതന്ത്ര MLA ഇന്നലെ 1.5 മണിക്കൂർ പ്രസംഗം നടത്തിയിട്ട് 12,000-2,500 ആളുകൾ. ഞാൻ ചോദിക്കുന്നത് CPM-ന്റെ പിന്നെ യോഗത്തിന് ആളുകൾ വരുന്നത് എങ്ങനെയാണ്? സോയിമോനെ, CPM-ന്റെ യോഗത്തിന് അവിടെ വരും, അവിടെ വന്ന് പിന്നെ യന്ത്രങ്ങളെ പോലെ ഇരിക്കും. CPM-ന്റെ തീട്ടൂരം കിട്ടുന്നതുകൊണ്ട് അവിടെ വന്നിരിക്കും, അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകും. അതുപോലത്തെ ഒരു പിന്നെ ഓഡിയൻസിനെയാണോ നമ്മൾ അവിടെ കണ്ടത്? വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനാണ് അവിടെ കണ്ടത്. അവരെല്ലാവരും ഒന്നിനു പുറകെ ഒന്നായി പറഞ്ഞത് എന്താണ്? ഈ പറഞ്ഞത് സത്യമാണ് എന്നാണ് അവർ പറഞ്ഞത്. അയാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജനങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചു കേട്ടാണ് പോയത്. അയാൾ പറഞ്ഞ കാര്യങ്ങൾ മലപ്പുറത്ത് ചന്തമുക്കിലുള്ള ഏതാനും ആയിരങ്ങൾ മാത്രമല്ല ഇന്നലെ ശ്രദ്ധിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ എന്റെ വീട്ടിൽ എന്റെ അമ്മ 87 വയസ്സുള്ള എന്റെ അമ്മ അവര് ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു ഇയാളെ കുറിച്ചിട്ട് കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട്. എന്ന് പറഞ്ഞാൽ അയാൾ മറ്റേ ജയശങ്കർ നടത്തിയിട്ടുള്ള പ്രസ്താവന അതിൽ അവരെ ഞാൻ അൻവറിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങി അമ്മ അപ്പം കട്ടിയും. അമ്മ പറയും ഇത്രയും മാലിന്യം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചാൽ എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞ അമ്മ ഞാൻ ഇന്നലെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് 87 വയസ്സുള്ള എന്റെ അമ്മ അയാളുടെ പ്രസംഗം കേട്ടോണ്ടിരുന്നിട്ട് അമ്മ എഴുന്നേറ്റ് എന്നോട് എന്റെ മോനെ എന്നാൽ ഇയാൾ ഇതുപോലുള്ള ഒരാളല്ലല്ലോ, ഇത് ഭയങ്കര ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. ആ സമയത്ത് ഇന്നലെ ഞാൻ കുറച്ചൊരു യാത്ര ചെയ്യായിരുന്നു. ഒരു 3-4 ആളുകളെ കാണാം. ഈ കാണുന്നവരുടെ എല്ലാ കയ്യിലും മൊബൈൽ അല്ലെങ്കിൽ TV-യില് ഇത് മാത്രം നോക്കിയിരിക്കും. ലക്ഷക്കണക്കിന് ആളുകളാണ് അത് ഇന്നലെ കണ്ടിരിക്കുന്നത്. എല്ലാ പൊതുസ്ഥലങ്ങളിലും എല്ലാ CPM കേന്ദ്രങ്ങളിലും ഇത് മാത്രമാണ്. ആ CPM-കാര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടിട്ടുള്ള CPM-കാര് ആണ് ഏറ്റവും കൂടുതൽ. ഞാൻ കഴിഞ്ഞ ദിവസവും അതിന് മുമ്പത്തെ ദിവസമൊക്കെ പറഞ്ഞിരിക്കുന്ന സോയിമാൻ ഇത് പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പക്ഷത്ത് CPM-ഉം ഒരു പക്ഷത്ത് അൻവറുമാണ്. അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളും ജനങ്ങൾ കേൾക്കുന്നുണ്ട്, CPM ഉന്നയിക്കുന്ന വിഷയങ്ങളും ജനങ്ങൾ കേൾക്കുന്നുണ്ട്. CPM-ന്റെ ഗവർണർ എന്താ പറയുന്നുള്ളത്, CPM-ന്റെ വിജയൻ എന്താ പറയുന്നുള്ളത് ജനങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പുറത്ത് അൻവർ എന്താ പറയുന്നത് കേൾക്കുന്നുണ്ട്. അൻവർ എന്ത് തെളിവുകളാണ് കൊണ്ടുവരുന്നുള്ളത് ജനങ്ങൾ കാണുന്നുണ്ട്. പിന്നെ വിജയൻ എന്ത് തെളിവാണ് കൊണ്ടുവരുന്നതെന്നും ഗോവിന്ദൻ എന്ത് തെളിവാണ് കൊണ്ടുവരുന്നതെന്നും ആളുകൾ കാണുന്നുണ്ട്. ഇത് താരതമ്യം ചെയ്യാൻ ആളുകൾക്ക് ഇപ്പൊ ഈ ഒരു സാധനം അവരുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് അവർ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന വർത്താനംകാരി ഇതൊക്കെ ഞങ്ങൾ ഇത്രയും വലിയ ഇതിനേക്കാളും വലിയ യോഗങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞവന്മാര് ഈ 100-150 കോടി രൂപ മുടക്കിട്ടും ഒരു സീറ്റ് അവന്മാരുടെ കയ്യിൽ ഇപ്പോഴും ഉള്ളത് തുറക്കണം, ഒരേ ഒരു സീറ്റ്. മനസ്സിലായി? അപ്പൊ ആ സാഹചര്യത്തിൽ ഇത് ഭയങ്കര അവിടെ ഇപ്പൊ മാമി കേസിനെ കുറിച്ചിട്ടാണ് ഇന്നലെ പറഞ്ഞു, കേട്ടോന്നറിയില്ല. മാമി എന്ന് പറയുന്നത് പിന്നെ മലബാർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റുകാരനാണ്. അയാൾ മരിക്കുകയോ കൊല്ലുമെന്ന് തെളിച്ചു. അയാളുമായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു 100-150 റിയൽ എസ്റ്റേറ്റുകാരുണ്ട് ഈ സൗത്ത് ഇന്ത്യയിൽ പല ഘട്ടങ്ങളിൽ. അവരെല്ലാരെയും വിളിക്കുകയാണ്. ഒരു തവണ വിളിക്കുന്നു, 2 തവണ വിളിക്കുന്നു, 3 തവണ വിളിക്കുമ്പോൾ 3 തവണ വിളിക്കുമ്പോൾ അവരോട് സാറേ ഇത് ഞങ്ങളെ വിളിക്കുന്നതിനാ സാറേ, ഞങ്ങൾക്ക് ഇതിനകത്ത് ബന്ധമില്ലോ. കാരണം 3 തവണ വിളിക്കുമ്പോഴത്തേക്ക് നാട്ടിൽ പാട്ടാകും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ 15 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം വരെ കൊടുത്തവരുണ്ടെന്ന് പറയുകയാണ് ഇയാൾ. ഇതിനെല്ലാം കുറ്റം ചെയ്യാതെ പൈസ കൊടുക്കും. അല്ല, അവരെ എല്ലാം വിളിച്ച് വിരട്ടി 2-3 പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോൾ അവരൊക്കെ മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായി അവരെ ഈ മാമിക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്ഥിരമായി വിളിക്കുമ്പോഴത്തേക്ക് നാട്ടുകാരുടെ സംശയം വരുന്നു, പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, ഇയാൾ ഇതെല്ലാം ഒരു ഹുക്ഡപ്പ് ആയിട്ടുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നതാണോ എന്ന് എങ്ങനെ അറിയാം? സുമന, ഞാൻ ചോദിക്കുന്നത്, ഇയാൾ ഇത് കുക്ഡപ്പ് ആയിട്ടുള്ള കഥകളാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ അത് കുക്ഡപ്പ് ആണെന്ന് തെളിയിക്കാൻ സെക്കൻഡ് പോരെ. പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആരാണ്? അയാൾക്ക് ഇയാൾ ചെയ്തത് തെറ്റാണെന്ന് തെളിയിക്കാൻ മിനിറ്റുകൾ പോരെ. ആ മിനിറ്റുകൾക്കുള്ളിൽ തെളിയിക്കാവുന്ന ഇയാൾ അൻവറിനെതിരെ എന്തെങ്കിലും നീക്കത്തിന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുതിർന്നാൽ അത് വേട്ടയായി മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നു. സോയിമോനെ, അതൊന്നും അങ്ങനെ ചിത്രീകരിക്കില്ല. അൻവറിന് ഇപ്പോൾ കിട്ടുന്ന പിന്തുണ പോകാൻ വലിയ സമയമൊന്നും വേണ്ട. എന്താണ് ഒറ്റ മിനിറ്റ്. അൻവറിന് ഇപ്പൊ കിട്ടുന്ന പിന്തുണ പോകാൻ മിനിറ്റുകൾ മതി. എങ്ങനെയാണ്? അൻവർ
കള്ളക്കടത്തുകാരുടെ കയ്യാളാണെന്ന് തെളിയിക്കുന്ന ഒരു 2-3 തെളിവുകളെന്ന് പറഞ്ഞാൽ അൻവർ അപ്പം പൊട്ടിപ്പോവും. അല്ല, പാർട്ടിയുടെ മുന്നിലുള്ള റിസ്ക് ഈ ഒരു മാധ്യമ ഇമ്മ്യൂണിറ്റി, മീഡിയ ഇമ്മ്യൂണിറ്റി അതിശക്തമാണ് അൻവറിന്. അത് പൊളിച്ചു വേണ്ടേ? സോയിമോനെ, ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഞാൻ ചോദിക്കുന്നത് ഇപ്പോ അൻവറിനെ പോലെ തന്നെ ഇതുപോലെ ഒരു കാലത്ത് കൊമ്പൂര് കടന്നിരുന്ന ആളല്ലേ PC ജോർജ്. പക്ഷെ ഇതിപ്പോൾ ഭരണം ഈ തലത്തിൽ എത്തി നിൽക്കുമ്പോൾ പിണറായി വിജയനെതിരെ അടിക്കാൻ ത്രാണിയുള്ള ഒരു രണ്ടും കെട്ട് പറയാൻ ശക്തിയുള്ള മറ്റൊരാളില്ല. അത് മാത്രമല്ല, അങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, അത് പറയുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകളും വിവരങ്ങളും അതിന്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അല്ല, ഈ അൻവറിന് സമർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. അത് സമർത്ഥിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് സോയിമോനെ? PC ജോർജ് സമർത്ഥിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. PC ജോർജിന്റെ കയ്യിൽ നാക്ക് മാത്രമേ ഉള്ളൂ. ഇയാളുടെ അതല്ല, ഇയാളുടെ രേഖകളുണ്ട്. അതിന് ഡെയറിങ് ആണ്. അയാൾ പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ വീഴും, എന്നെ കൊല്ലും, എന്നെ കൊന്നു ഞാൻ 100 കണക്കിന് അൻവറന്മാർ വരും, എന്റെ കൈയും കാലും വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീൽ ചെയറിൽ വരും എന്നൊക്കെ അയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഏറ്റവും കൂടുതൽ CPM പ്രവർത്തകന്റെ മനസ്സിലേക്കാണ് ഇതൊക്കെ കയറുന്നത്. അവന്റെ ഇന്നലെ അൻവർ പറഞ്ഞു, ഞാൻ ചന്തമുക്കിൽ നിന്ന് ഇനി കേരളം മുഴുവൻ എന്റെ പ്രസംഗവുമായി നീണ്ട യാത്രകൾ നടത്തുമെന്ന്. ചന്തമുക്കിന്റെ ഒരു സുരക്ഷിതത്വം അൻവറിന് മറ്റു പ്രദേശങ്ങളിൽ കിട്ടത്തില്ല. അല്ല, അതൊക്കെ തെറ്റാണ് സോയിമോനെ. കാരണം എന്താണെന്നറിയോ, എല്ലായിടത്തും അയാൾക്ക് ഇതുപോലെ ഉള്ള സുരക്ഷിതത്വം കിട്ടും. ഇപ്പൊ ഇന്നലെ ചന്തമുക്കിൽ തന്നെ അയാൾക്ക് കിട്ടിയ സുരക്ഷിതത്വം നിങ്ങൾ നോക്കൂ, അത്ഭുതകരമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പഴയ PSHന്റെ കാലത്ത് ചില യോഗങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നത്. ഈ നോക്കട്ടെ, CPM ഇതുപോലെ ഈ വാറോല കൊടുത്ത ആളുകളെ കൊണ്ടിരുന്നല്ല, ഇതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള CPM പ്രവർത്തകരെ ഇറക്കി അൻവർ ഗോബാക്ക് വേണമെങ്കിൽ വിളിപ്പിക്കാമായിരുന്നു. CPM സംശയമൊന്നുമില്ല, അവർ ചെയ്തില്ല. സംശയമൊന്നുമില്ല. കാരണം അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കേരളത്തിൽ ഒട്ടാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടിസ്ഥാനപരമായി അയാളുടെ ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്, അയാളുടെ ആർജം എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ കയ്യിൽ തെളിവുകളും രേഖകളും സാധനങ്ങളെല്ലാം ഉണ്ട്. അയാൾ പറയുന്നത് സത്യമാണെന്നുള്ള ബോധ്യം ആത്യന്തികമായി അയാൾക്കുണ്ട്. അയാൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട്. ഇതൊരു കോംപ്ലിമെന്ററി സാധനമാണ്. അയാൾ പറയുന്നത് സത്യമാണെന്ന് അയാൾക്ക് ബോധ്യം, അയാൾ പറയുന്നത് സത്യമാണെന്ന് ജനങ്ങളുടെ ബോധ്യം. ഇത് രണ്ടും പരസ്പര പൂരകമായി പ്രതിപ്രവർത്തനം നടത്തുമ്പോൾ ഉണ്ടല്ലോ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനു മുമ്പുള്ള ആളുകൾ വെച്ചൊന്നും നമ്മൾ താരതമ്യം ചെയ്യാൻ നോക്കരുത്. ഇന്നലെ ഞാനൊരു ചാനലിൽ ചെന്നപ്പോഴത്തേക്ക് ഒരാൾ എൻ്റെ അടുത്ത് MR മുരളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യാൻ നോക്കി. അതൊക്കെ അബ്സേർഡാണ്. അക്കാര്യം അബ്സേർഡ്. ഇന്നിപ്പോ അതേ മാമി വധവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് അയാൾ പ്രസംഗിക്കാൻ പോകണം. അവരുടെ മറ്റേ എന്തോ ഇതുണ്ട്, ഒരു പിന്നെ സമിതിയുണ്ട് മാമി കേസിൽ. അവരുടെ ഇതിന് മുതലക്കുളത്ത് പ്രസംഗിക്കാൻ പോവാ. നമ്മളത് കാണാൻ പോകുന്നേ ഉള്ളൂ. അയാളും 16 മണ്ഡലങ്ങളിലും അയാൾ മലപ്പുറത്ത് പ്രസംഗിച്ചു. ഇത് മുസ്ലിം ലീഗൊക്കെ വലിയ ഭീകരമായിട്ടുള്ള പ്രതിസന്ധി മുസ്ലിം ലീഗിലേക്ക് അൻവറിനെ എടുക്കുന്നതിനെ കുറിച്ച് കുഞ്ഞാലിക്കുട്ടി ചില ചർച്ചകൾ തുടങ്ങിയെന്ന് വാർത്ത വരുന്നു. അതെന്തുകൊണ്ടാണ്? എടുത്താലും എടുത്തില്ലെങ്കിൽ മുസ്ലിം ലീഗ് വട്ടം പൂജ്യമായി പോകും. അല്ല, ഇതിപ്പോ UDFന് വിനയാകുമ്പോ ഇയാളൊരു വിഷപ്പാമ്പാണെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ വിശ്വസിക്കുന്നത് അയാളിപ്പോ തൽക്കാല ഓട്ടത്തിന് ചേരാനുള്ള പരിപാടി അയാൾ ചെയ്യുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന. കാരണം അയാള് CPMനെ എതിർക്കുന്ന പോലെ തത്തുല്യമായി മറ്റവന്മാരെ എതിർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുന്ന ഒരു നെക്സസ് ആണ് ഇവിടെ ഉള്ളതെന്നുള്ള അയാൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും ഇത് ചേരുന്ന നെക്സസ് ആണ്. ഇവരെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും സംസാരിക്കും. ഇവിടെ ഒരു കേസും തെളിയാത്തതിന്റെ കാരണം ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള നെക്സസ് ആണെന്ന് അയാൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അയാൾ KC വേണുഗോപാലിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. KC വേണുഗോപാലും ADGP അജിത് കുമാറിനോട് ചേർന്ന് നിന്നാണ് സോളാർ കേസ് അട്ടിമറിച്ചതെന്നും CBI അന്വേഷണം വന്നപ്പോഴത്തേക്കും സോളാർ പരാതിക്കാരിയെ കൊണ്ട് അതായത് CBI ചോദിച്ച ക്രൂഷ്യൽ ചോദ്യങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് മറുപടി കൊടുപ്പിച്ചത് ഈ ADGP അജിത് കുമാറും KC വേണുഗോപാലും ചേർന്നിട്ടാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. 1. 2, 2016 33 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് മേടിച്ചില്ലേ പട്ടത്ത്? ആ ഫ്ലാറ്റ് മേടിച്ചതിന്റെ പൈസ സോളാർ കേസ് അട്ടിമറിച്ചതിന് വേണ്ടിയിട്ടാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി അയാൾക്ക് UDF ചേരാൻ പറ്റില്ല. അല്ല, നിലവിൽ CPMലുള്ള ചില നേതാക്കളെങ്കിലും അടർത്തിയെടുക്കാൻ അൻവറിന് കഴിഞ്ഞാൽ അത് അൻവറിന്റെ വിജയമാവും. ഇപ്പോൾ ചില ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ശക്തമായ വിമർശനങ്ങൾ പോലീസിന് നേർക്ക്, ഭരണത്തിന് നേർക്ക്. അൻവറിനെ പോലൊരാൾ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഉണ്ടായത് നന്നായി എന്ന് പറയുന്ന ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട്. സോമൻ പറഞ്ഞതിനകത്തുള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. സോമൻ പറയുന്ന ഒരു ലെവലിലല്ല, അതിന് അപ്പുറത്തേക്കാണ്. എന്താണ് പ്രധാനപ്പെട്ട കാരണം? അതായത് ഈ പിണറായി വിജയനെതിരായി ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായെങ്കിൽ ഇതെല്ലാം ചീഞ്ഞ് ചതഞ്ഞ് ഈ CPM എന്ന് പറഞ്ഞിട്ടുള്ള ഈ തുണിസഞ്ചിക്കകത്ത് കിടക്കാനുള്ള കാരണം എന്താ? തുണിസഞ്ചിക്കകത്ത് കിടക്കാനുള്ള കാരണം ഇയാളല്ലെങ്കിൽ പിന്നെ ആര്? കൊണ്ടു നടന്നത് നീയെ ചാപ്പ, കൊല്ലിച്ചത് നീയെ ചാപ്പ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇയാളെ വിമർശിക്കാൻ, ഇയാളെ എതിർക്കാൻ ആരും ഇല്ലാത്തിടത്തോളം പിന്നെ ഇത് വർത്താനം പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് അനക്കൊന്നുമില്ലാതെ കിടന്നത്. CPM ഒരു മിലിറ്റന്റ് പാർട്ടിയല്ലേ? ഞാൻ പറയുന്നത് അതെല്ലാം വർത്താനമേ ഉള്ളൂ സോയിമോനെ.
35 വർഷം ഭരിച്ച പശ്ചിമ ബംഗാളിൽ 6% സീറ്റേ വോട്ടേ ഉള്ളൂ. അവിടെ പിന്നെ ഒരു MLA ഇല്ലേ, MP ഇല്ല, ഒരു പുല്ലും ഇല്ല അവിടെ, വട്ടപൂജയാണ് അവിടെ. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഈ മിലിറ്റൻസി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, പിണറായി വിജയനെ എതിർക്കാൻ ഒരാളില്ല എന്നുള്ളതായിരുന്നു ഇത് ഈ ചീഞ്ഞതെല്ലാം കൂടെ ചീഞ്ഞ പൊട്ടയാതെ കിടക്കാൻ കാരണം. പിണറായി വിജയനെ എതിർക്കാൻ ഒരാൾ വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആരെവിടുന്നാണ് ചാടിപ്പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല, ഏത് MLA ആണ് ചാടിപ്പോകുന്നതെന്നും പറയാൻ പറ്റില്ല. പഴയ പാർട്ടിയല്ല ഈ പാർട്ടി. പഴയ പാർട്ടി എന്ന് പറഞ്ഞാൽ VS അച്യുതാനന്ദനും EK നായരും EM ശങ്കരൻ നമ്പൂരിപ്പാടും ഒക്കെ ലീഡ് ചെയ്തിരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ഇതുപോലത്തെ ഈ പറഞ്ഞ പോലെ എടുക്കാച്ചരക്കുകൾ, കീറച്ചാക്കുകൾ നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് ഈ അൻവർ ഈ പാർട്ടിക്കകത്ത് എന്ത് പ്രകമ്പനം സൃഷ്ടിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പ്രകമ്പനം സൃഷ്ടിക്കും എന്നുള്ളതിന്റെ ആദ്യ സൂചന, ഈ തെരഞ്ഞെടുപ്പിന്റെയൊക്കെ ആദ്യ ഫലസൂചന എന്നൊക്കെ പറയുന്നത് പോലെ ഇയാളുടെ പോരാട്ടത്തിന്റെ ആദ്യ ഫലസൂചന CPM ഈ പോരാട്ടത്തിൽ പരാജയപ്പെടാൻ പോകുന്നു എന്നുള്ളത് ഒരു സംശയവും ഇല്ല എന്നാണ് ഇന്നലത്തെ യോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.